ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബാലചിത്രരചനാ മത്സരത്തിന് 55 വയസ്സ്. ബാലചിത്രകലാ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന KP ആന്റണി മാസ്റ്ററുടെ ഓർമ്മയ്ക്ക് മുൻപിൽ നിറകളും വരകളും കൊണ്ടുള്ള സമർപ്പണമാണ് ഈ വർണ്ണോത്സവം. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. UDFന്റെ ഭരണത്തിലിരിക്കുന്ന KDC ബാങ്കിനെതിരെ യൂത്ത് കോൺഗ്രസ്. ഭരണത്തിൽ ആരായിരുന്നാലും അഴിമതിക്കെതിരെ പോരാടുക എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് DCC പ്രസിഡന്റ് KC അബു. MK രാഘവൻ MPയുടെ വികസന സന്ദേശയാത്ര പരിഹാസ്യമാണെന്ന് LDF ജില്ലാ കമ്മിറ്റി. MPയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നും ജില്ലാ കമ്മിറ്റി. KSEB സംസ്ഥാനതല കലാ കായിക മേളയ്ക്ക് തുടക്കമായി. വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് മേള ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ സംസ്ഥാനതല കലാ കായിക മേളയ്ക്ക് തുടക്കമായി. പ്രശസ്ത ഇന്റർനാഷണൽ ഫുട്ബോൾ താരം പ്രേംനാഥ് ഫിലിപ്പ് ദീപശിഖ തെളിയിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് മേള ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജ സംരക്ഷണത്തിന്റെയും സുരക്ഷയുടെയും മഹത്തായ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന കലാ കായിക മേളയ്ക്ക് കോഴിക്കോട് തുടക്കമായി. ഫെബ്രുവരി 7-ാം തീയതി വൈകിട്ട് വൈദ്യുതി ഭവനിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. 8-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി ദീപശിഖ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം പ്രേംനാഥ് ഫിലിപ്പിന് കൈമാറി. തുടർന്ന് ദേവഗിരി കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ദീപശിഖ സ്ഥാപിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് കലാ കായിക മേളയുടെ കൊടി ഉയർത്തി മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. കായികമേളയുടെ പതാക ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട വൈദ്യുതി ശ്രീ ആര്യാടൻ അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന ത്യാഗങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്ന് മാത്രമല്ല, നാഷണൽ ഗെയിംസിൽ പല സ്ഥലത്തും നമുക്ക് KSEBക്ക് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് നിങ്ങൾ കാരണമാണ് എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത്ലറ്റിക്സ്, വടംവലി മത്സരങ്ങൾ ദേവഗിരി കോളേജ് മൈതാനത്ത് വെച്ചും ഷട്ടിൽ, ബാഡ്മിന്റൺ മത്സരങ്ങൾ ഇൻഡോർ സ്റ്റേഡിയത്തിലും, ക്യാരംസ്, ചെസ് മത്സരങ്ങൾ വൈദ്യുതി ഭവനിലും വെച്ചുമാണ് നടക്കുക. 8-ാം തീയതി വൈകിട്ട് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയുടെ ഉദ്ഘാടനം സിനിമാ താരം മാമുക്കോയ നിർവഹിച്ചു. ഭരണത്തിൽ ആരായിരുന്നാലും അഴിമതിക്കെതിരെ പോരാടുക എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് DCC പ്രസിഡന്റ് KC അബു. CPMന്റെ നിയന്ത്രണത്തിലുള്ള ടൂറിസം സൊസൈറ്റിക്ക് 1,58,00,000 രൂപ പലിശയിളവ് അനുവദിച്ച KDC ബാങ്ക് ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ നിയന്ത്രണത്തിലുള്ള ടൂറിസം സൊസൈറ്റിക്ക് 1,58,00,000 രൂപ ക്രമവിരുദ്ധമായി ഇളവ് അനുവദിച്ച ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. ഭരണത്തിൽ ആരായിരുന്നാലും അഴിമതിക്കെതിരെ പോരാടുക എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പണ്ട് വിളിച്ച മുദ്രാവാക്യം CH അല്ല, മേനോനല്ല, ആന്റണി തന്നെ ഭരിച്ചാലും അഴിമതിക്കെതിരെ സമരം ചെയ്യും എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന മുദ്രാവാക്യങ്ങളോട് 100% നീതി പുലർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. ആര് ഭരണത്തിലിരിക്കുന്നു എന്ന് നോക്കി ഒരിക്കലും യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യാറില്ല. ആര് ഭരിച്ചാലും കേരളത്തിലെ കോൺഗ്രസുകാരുടെ കണ്ണിലെ കൃഷ്ണമണിയായ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലും ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സന്ദർഭത്തിലും കേരളത്തിലെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്.
ധർണയ്ക്ക് കോഴിക്കോട് ലോക്സഭാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് IP രാജേഷ്, സമീജ് പാറോപ്പടി, രമേശ് നമ്പിയത്ത്, ബിനീഷ് കുമാർ, റിഫായത്ത്, ജൈസൽ അത്തോളി, സുജിത് എന്നിവർ നേതൃത്വം നൽകി. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇന്ന് പാർലമെന്റിലും നിയമസഭയിലും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിയമനിർമ്മാണത്തിനായി ചിലവഴിക്കുന്നതെന്ന് മുൻ റവന്യൂ വകുപ്പ് മന്ത്രി KP രാജേന്ദ്രൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് വടക്കൻ മേഖലാ കൺവെൻഷൻ ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതിന്യായ വ്യവസ്ഥയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് IAL. സമകാലികമായി ഉയർന്നുവരുന്ന നിയമപ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായാണ് സംഘടന വടക്കൻ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷന്റെ ഉദ്ഘാടനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രി KP രാജേന്ദ്രൻ നിർവഹിച്ചു. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇന്ന് പാർലമെന്റിലും നിയമസഭയിലും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിയമനിർമ്മാണത്തിനായി ചിലവഴിക്കുന്നതെന്നും ഇതിൽ മാറ്റം വരുത്തണമെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. നിയമപരിരക്ഷയിൽ അഭിഭാഷകരും അഭിഭാഷക വൃത്തിയിലേക്ക് കടക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ നിയമനിർമ്മാണങ്ങൾ, പുതിയ ബില്ലുകൾ, അതിന്റെ ചർച്ച, അതിന്റെ അഭിപ്രായങ്ങൾ, അങ്ങനെ രാജ്യത്ത് ഏറ്റവും സജീവമായി ഏറ്റവും പുതിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിധത്തിലാണ് പാർലമെന്റായാലും നിയമസഭകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ പിന്നീട് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. IAL സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ചിത്രബാനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഭിഭാഷക വൃത്തിയിൽ അഭിമാനകരമായ അരനൂറ്റാണ്ട് പിന്നിട്ട വനിതാ അഭിഭാഷക അഡ്വക്കേറ്റ് VM ലീലാവതിയെ കൺവെൻഷനിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് P വസന്തം, അഡ്വക്കേറ്റ് CT സാബു, അഡ്വക്കേറ്റ് KP അശോക് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പുതിയ വെല്ലുവിളികൾ, അഭിഭാഷകരുടെ പങ്ക് എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് KM തോമസ് നന്ദി പറഞ്ഞു. MK രാഘവൻ MP നടത്തിയ വികസന സന്ദേശയാത്ര പരിഹാസ്യമാണെന്ന് LDF ജില്ലാ കമ്മിറ്റി. MPയുടെ അവകാശങ്ങളെല്ലാം പൊള്ളയാണെന്നും ജില്ലാ കമ്മിറ്റി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷവും ഇടയ്ക്കിടെ നൽകപ്പെടുന്ന വാഗ്ദാനങ്ങളുടെ ശവപ്പറമ്പായി കോഴിക്കോട് മാറിയെന്നും അവർ പറഞ്ഞു. ഒരായിരക്കണക്കിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ആവശ്യമായ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പായാക്കി കളിയാണ് ചെയ്തത്. ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് പോലും വളരെ വികസന സന്ദേശയാത്രകൾ നടത്തി ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പിടിപ്പിച്ച് കാണിക്കുന്ന സമീപന ചികിത്സ. ഈ കള്ളത്തരം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന കക്ഷിയുടെ നേതാവായിട്ടും സ്വന്തം മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുവാൻ കഴിയാത്തതിലുള്ള ജാള്യത മറച്ചുവെക്കുവാനുള്ള ശ്രമമാണ് കോഴിക്കോട് MP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിന്റെ വികസന മുരടിപ്പിനെതിരെ LDF MLAമാർ ജനമുന്നേറ്റ യാത്ര നടത്തും. ഫെബ്രുവരി 11 മുതൽ 15 വരെയായി നടക്കുന്ന യാത്ര ഫെബ്രുവരി 10 മണ്ണൂരിൽ TK ഹംസ ഉദ്ഘാടനം ചെയ്യും. നിറങ്ങളും വരകളും തീർത്ത് കണ്ടംകുളം ജൂബിലി ഹാളിൽ 55ാമത് അഖിലേന്ത്യാ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. യൂണിവേഴ്സൽ ആർട്സ് വർണ്ണോത്സവം എന്ന പേരിൽ ഒരുക്കിയ മത്സരത്തിൽ 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വർണ്ണങ്ങൾ വിതറി 55ാമത് അഖിലേന്ത്യാ ചിത്രരചനാ മത്സരത്തിന് കണ്ടംകുളം ജൂബിലി ഹാൾ വേദിയായി. യൂണിവേഴ്സൽ ആർട്സ് വർണ്ണോത്സവം എന്ന നാമത്തിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ 10,000-ത്തിലധികം കുരുന്നുകൾ പങ്കെടുത്തു. ബാലചിത്രകലാ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന KP ആന്റണി മാസ്റ്ററുടെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് നിറങ്ങളും വരകളും കൊണ്ട് വിദ്യാർത്ഥികൾ മനോഹരങ്ങളായ ചിത്രങ്ങൾ തീർത്തത്. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിയ 3 മുതൽ 18 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികളാണ് ചിത്രരചനാ മത്സരത്തിൽ മാറ്റുരച്ചത്. എണ്ണച്ചായമൊഴികെയുള്ള മറ്റെല്ലാ കളറുകളും ഉപയോഗിച്ചാണ് വർണ്ണക്കൂട്ടങ്ങൾ ഒരുക്കിയത്. കുരുന്നു മനസ്സുകളിലെ വലിയ ലോകത്തെ എന്ന പോലെ ആകാശവും നക്ഷത്രങ്ങളും മലകളും പുഴകളും പക്ഷികളും വീടുമെല്ലാം അവരുടെ ക്യാൻവാസിലെ അതിഥികളായി എത്തി. ചിത്രകാരൻ പോൾ കല്ലനോടിന്റെ നേതൃത്വത്തിലുള്ള 15-അംഗ കമ്മിറ്റിയാണ് ചിത്രങ്ങൾ വിലയിരുത്തുന്നത്. മികച്ച കലാകാരനും കലാകാരിക്കും ചിത്രങ്ങൾക്കും 4 സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ 1,500-ലേറെ സമ്മാനങ്ങളാണ് ലഭിക്കുന്നത്. കൂടാതെ ഏറ്റവും പോയിന്റ് നേടിയ വിദ്യാലയത്തിനും സമ്മാനമുണ്ട്. പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം സമ്മാനം നേടിയ സാന്ദ്ര ജോൺ, B ശിവകീർത്തന, ഗൗതം വിജയ് കൃഷ്ണ, ശ്രീനന്ദ ശ്രീജിത്ത്, എഡ്വിൻ രാജു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. MK രാഘവൻ MPയും സംബന്ധിച്ചു. മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം ഏപ്രിൽ 12 നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്.
ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ജീവനക്കാർ എന്ന നിലയ്ക്ക് കണ്ടിജൻസി തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസിന്റെ 27ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നഗരപ്രദേശങ്ങൾ ശുചീകരിക്കുന്ന കണ്ടിജൻസി തൊഴിലാളികളുടെ സമര സംഘടനയായി കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള നഗരസഭകളിൽ പ്രവർത്തിക്കുന്ന കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസിന്റെ 27ാം സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട് നടന്നത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. സമൂഹത്തിലെ അടിത്തട്ടിലുള്ള ജീവനക്കാർ എന്ന നിലയ്ക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കോർപ്പറേഷൻ ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാരുടെ തുല്യമായ വേതനം ലഭ്യമാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ബഡ്ജറ്റിൽ പോലും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വളരെ വലിയ തീരുമാനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആശ്രയ ജീവനക്കാരുടെ കാര്യത്തിൽ നമുക്ക് അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകുവാൻ നമുക്ക്. സംഘടനാ വർക്കിംഗ് പ്രസിഡന്റ് M മുരളി അധ്യക്ഷത വഹിച്ചു. VC ആന്റണി ബാബു, PM നിയാസ്, അടൂർ ജയപ്രകാശ് എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തുടർന്ന് തൊഴിലാളികളുടെ പ്രശ്നങ്ങളും നഗരസഭാ ഭരണാധികാരികളുടെ സമീപനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം KMCWC സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് തോമസ് ജോസഫ് നിർവഹിച്ചു. സംസ്ഥാന ട്രഷറർ AD ജോയി അധ്യക്ഷത വഹിച്ചു. D ശശിധരൻ വിഷയം അവതരിപ്പിച്ചു. PK കുഞ്ഞുമൊയ്തീൻ, S വിജയകുമാർ, R ഹരികുമാർ, G സേവ്യർ, PK രാജു തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള മദ്യനിരോധന സമിതിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ G സ്പർജൻകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള മദ്യനിരോധന സമിതിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി പോലീസ് കമ്മീഷണർ G സ്പർജൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ADSO രക്ഷാധികാരി പ്രൊഫസർ OJ ചിന്നമ്മ, ചെയർമാൻ റഫീഖ് പാങ്, കൺവീനർ റാഷിദ് കാരിറ്റിപ്പറമ്പിൽ, സൽവ, MP സൈനുദ്ദീൻ, മുഹമ്മദ് ഷെഫീഖ് എളൈറ്റിൽ, നവനീത, റീമ, പ്രൊഫസർ രവീന്ദ്രൻ, സിസ്റ്റർ മൗറില എന്നിവർ സംബന്ധിച്ചു. നമ്മൾ അറിയാതെ പോകുന്ന വളരെ വലിയൊരു രഹസ്യമുണ്ട്, ഒരു സത്യമുണ്ട്. ആ സത്യമെന്ന് പറയുന്നത് കേരളത്തിന്റെ തെരുവീതികളിൽ മാത്രമല്ല ഇന്നീ മഹാമാരി പിടികൂടപ്പെട്ടിട്ടുള്ളത്. കേരളത്തിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഏതെങ്കിലും ആളുകളെ ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടല്ല ഇന്ന് മദ്യം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മദ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപിച്ചിട്ടുള്ള ഒരു മഹാമാരിയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. 128 വിദ്യാർത്ഥികൾ ചേർന്ന് 128 ബലൂണുകൾ വാനിലേക്ക് ഉയർത്തിയപ്പോൾ അത് അഭിമാനത്തിന്റെ 128 വർഷങ്ങൾ. ചാലപ്പുറം ഗണപത് LP സ്കൂളിന്റെ 128ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ വാനിലേക്ക് ബലൂണുകൾ പറത്തിയത്. ചാലപ്പുറം ഗണപത് LP സ്കൂളിന്റെ 128ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജനുവരി 25 മുതൽ മാർച്ച് 28 വരെ നീളുന്ന ആഘോഷ പരിപാടികൾക്ക് കുട്ടികളുടെ കൂട്ടായ്മ തന്നെയാണ് തുടക്കം കുറിച്ചത്. സിറ്റി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കഥ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ശിവാനി കഥ പറഞ്ഞുകൊണ്ടാണ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അയ്യോ, എനിക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടുന്നേ. പറഞ്ഞു തീർന്നില്ല. മണത്തുനിന്ന് പല തരം പാനീയങ്ങൾ മുത്തശ്ശൻ അരികിലേക്ക്. ആപ്പിള ജ്യൂസ്, മുന്തിരി ജ്യൂസ്, നാരങ്ങ ജ്യൂസ്. മുത്തശ്ശനൊന്ന് ചാടിപ്പിടിച്ച് കുടിക്കാൻ. ചടങ്ങിൽ മദർ PTA പ്രസിഡന്റ് ഷർമീന നസീർ അധ്യക്ഷത വഹിച്ചു. സിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KM ചന്ദ്രൻ LSS വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു.
സ്കൂൾ പ്രധാനാധ്യാപകൻ VP മനോജ്, MK ജയകുമാർ വർമ്മരാജ, P പ്രശാന്ത് കുമാർ, M സന്തോഷ്, ധന്യ, നദീറ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് 128 വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ 128 ബലൂണുകൾ പറപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിനെ വർണ്ണവിസ്മയമാക്കി. പഠനം തുടരുന്നവർക്കും മുടങ്ങിപ്പോയവർക്കും സ്കിൽ പാർക്കുകളിലെ സമാന്തര പരിശീലന പരിപാടികളിൽ പങ്കെടുത്ത് വിവിധ മേഖലകളിൽ തൊഴിൽ നൈപുണ്യം നേടുവാൻ അവസരം ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വനിതാ ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വിവിധ തൊഴിൽ മേഖലകളിൽ വിദഗ്ധ തൊഴിലാളികളെ വാർത്തെടുക്കാനും കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സ്കിൽ പാർക്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വനിതാ ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനം തുടരുന്നവർക്കും മുടങ്ങിപ്പോയവർക്കും സ്കിൽ പാർക്കുകളിൽ സമാന്തര പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് വിവിധ മേഖലകളിൽ തൊഴിൽ നൈപുണ്യം നേടാൻ അവസരം ലഭിക്കും. സ്വദേശത്തും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങൾ സ്വന്തമാക്കുന്നതിന് സ്കിൽ പാർക്കുകളിലെ പരിശീലനം വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കിൽ പാർക്കുകൾക്കായി ഓരോ നിയോജക മണ്ഡലത്തിലും 10,000 ചതുരശ്ര അടി സ്ഥലം കണ്ടെത്തണമെന്ന് MLAമാരോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ റൂസ പദ്ധതി പ്രകാരം കേരളത്തിൽ IHRDക്ക് കീഴിലുള്ള 3 എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും LBSന് കീഴിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 2.5 കോടി രൂപ ചിലവിലാണ് ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിച്ചത്. 150 വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യം കെട്ടിടത്തിലുണ്ട്. ഒരു ഡോർമെറ്ററിയിൽ 6 പേർക്ക് വീതം 25 ഡോർമെറ്ററികളാണ് ഒരുക്കിയിരിക്കുന്നത്. മെസ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. ഹോസ്റ്റൽ പ്രവേശനത്തിന് അവസാന വർഷ വിദ്യാർത്ഥികൾക്കായിരിക്കും പ്രഥമ പരിഗണന. ദൂരപരിധി അനുസരിച്ച് മറ്റു വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകും. പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകും. ഫീസ് സംബന്ധിച്ച് പിന്നീട് തീരുമാനമാകും. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TP ബൈജു ബായ്, R സിന്ധു, കൌൺസിലർ CS സത്യഭാമ, KN സീമ, TS മുരളി, വിഷ്ണു മോഹൻ, ER ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. പുതിയറ സഭാ സ്കൂളിന് സമീപം ന്യൂ ഇന്ത്യ കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ 3 കടകൾ കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. 3 നില കെട്ടിടത്തിൽ താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന MM ചാണ്ടി ആൻഡ് കമ്പനി ടയർ ഷോപ്പിലും PT അബ്ദുൽ ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യൻ അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിലുമാണ് വൻ നാശനഷ്ടമുണ്ടായത്. കെട്ടിടത്തിന് തൊട്ടു പിന്നിലെ കെൽവിൻ ഓട്ടോറിക്ഷ മീറ്റർ സർവീസ് സെന്ററിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി 8:15ഓടെയാണ് തീ പടർന്നത്. ഈ സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. ടയർ റീസോളിംഗിന് ഉപയോഗിക്കുന്ന രാസവസ്തു സ്ഫോടന ശബ്ദത്തോടെ ആളിക്കത്താൻ തുടങ്ങിയത് പരിഭ്രാന്തി പരത്തി. തൊട്ടടുത്ത തങ്കമണിയുടെ പൂളക്കൽ ഹൌസിലേക്കും തീജ്വാലകളെത്തി. വീട്ടുകാർ പരിഭ്രാന്തരായി ഇറങ്ങിയോടി. ടയർ ഷോറൂമിൽ അട്ടിയിട്ട പുതിയ ടയറുകൾക്ക് തീപിടിച്ചതോടെ അഗ്നി നിയന്ത്രണം വിട്ടു. ഷട്ടറിട്ട വലിയ കടമുറികൾക്കകത്തുനിന്ന് കനത്ത തോതിൽ പുകയുയർന്നപ്പോൾ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി. അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങൾ കത്തിയുരുകി. കെട്ടിടത്തിന്റെ പിന്നിലെ ഇടുങ്ങിയ ഭാഗത്ത് അഗ്നിയുടെ ഉദ്ഭവ കേന്ദ്രത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഫയർഫോഴ്സ് കഠിനാധ്വാനം വേണ്ടിവന്നു. വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കാൻ സാധിക്കാത്തതിനാൽ അക്വ ഫിലിം ഫോം ഉപയോഗിച്ചാണ് അഗ്നി നിയന്ത്രിച്ചത്. വൈദ്യുതി ബന്ധം ഉടൻ വിച്ഛേദിച്ചതിനാൽ ഇരുട്ടിലായിരുന്നു രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് ഫയർഫോഴ്സ് താൽക്കാലിക വിളക്കുകൾ കൊണ്ടുവന്നു. ബീച്ച്, മീഞ്ചന്ത, വെള്ളിമാടുകുന്ന്, മുക്കം, നരിക്കുനി സ്റ്റേഷനുകളിൽ നിന്ന് 10 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രിച്ചത്. കെട്ടിടത്തിന്റെ 3ാം നിലയിൽ കുടുങ്ങിയ 3 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. സംഭവത്തിൽ ആർക്കും പരുക്കില്ല. എല്ലാ കടകളും പൂട്ടിപ്പോയ ശേഷമാണ് തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു. ജില്ലാ ഫയർ ഓഫീസർ അഷ്റഫ് അലി, മീഞ്ചന്ത സ്റ്റേഷൻ ഓഫീസർ പനോത്ത് അജിത് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ TA മുഹമ്മദ് താഹ, MK പ്രമോദ് കുമാർ, സതീശൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. കസബ CI ബിശ്വാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ നിംസ് ഹോസ്പിറ്റലിനു സമീപം
ജനുവരി 24 മുതൽ. ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന് സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. മുസ്ലിം ലീഗ് 1948-1970 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ലഘുലേഖകളുടെയും നയവിശദീകരണങ്ങളുടെയും സമാഹാരമായ മുസ്ലിം ലീഗ് രേഖകൾ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തു. ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ PV ഗംഗാധരൻ പുസ്തകം ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗ് 1948-1970 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ലഘുലേഖകളുടെയും നയവിശദീകരണങ്ങളുടെയും സമാഹാരമായ മുസ്ലിം ലീഗ് രേഖകൾ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ലീഗ് ഹൌസിൽ പ്രകാശനം ചെയ്തു. PV ഗംഗാധരൻ പുസ്തകം ഏറ്റുവാങ്ങി. ഖത്തർ മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക മാധ്യമ അവാർഡ് MI തങ്ങളും ഏറ്റുവാങ്ങി. എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണെന്നും എന്നാൽ മാത്രമേ വീണ്ടും വീണ്ടും എഴുതാനുള്ള പ്രോത്സാഹനം അവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ ആ സ്വീകരിക്കുന്ന ആളുകളെ എഴുത്തുകാരെ ഇന്ന് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ എല്ലാവരും ബാധ്യത. എന്നാൽ മാത്രമേ വീണ്ടും അവർക്ക് എഴുതുവാനുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KM സജ്ജാദ് ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് അധ്യക്ഷം വഹിച്ചു. TP ചെറുപ്പ, പാറക്കൽ അബ്ദുള്ള, MC വടകര, MC മായൻ ഹാജി, കുട്ടി അഹമ്മദ് കുട്ടി, ഉമ്മർ പാണ്ഡികശാല, PA റഷീദ്, T മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. മലബാറിലെ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനത്തിന് അക്കാദമി അവസരമൊരുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് UP സ്കൂളിൽ ഒരുക്കിയ കേരള സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് UP സ്കൂളിൽ ഒരുക്കിയ ഉപകേന്ദ്രം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനത്തിന് അക്കാദമി അവസരമൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇവിടെ പഠിച്ച് പ്രിലിമിനറി പരീക്ഷ വിജയിക്കുന്നവർക്ക് മെയിൻ പരീക്ഷയ്ക്കും അഭിമുഖത്തിനുമുള്ള പരിശീലനം സൗജന്യമായിരിക്കും. ന്യൂഡൽഹിയിൽ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് സൗജന്യ വിമാനയാത്രയും താമസവും ഭക്ഷണവും ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ കുട്ടിക്കും അവരുടേതായ ഒരു ID നമ്പറും പാസ്വേഡും കൊടുക്കും. അത് വെച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് ബന്ധപ്പെട്ട അധ്യാപകരുമായി ആശയവിനിമയം നടത്താനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെയുള്ള സന്ദർഭം ഉണ്ടാകും. A. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. മേയർ AK പ്രേമചന്ദ് മുഖ്യാതിഥിയായിരുന്നു. കൌൺസിലർ CP സലീം, ജില്ലാ കളക്ടർ CA ലത, തുടർ വിദ്യാഭ്യാസ കേന്ദ്രം ഡയറക്ടർ KP നൌഫൽ, സിവിൽ സർവീസ് അക്കാദമി കോർഡിനേറ്റർ PM രാജീവ് എന്നിവർ സംസാരിച്ചു. ഉപകേന്ദ്രത്തിന്റെ താൽക്കാലിക സംവിധാനമാണ് വെസ്റ്റ് ഹിൽ UP സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. അഴകൊടി ക്ഷേത്രത്തിന് സമീപത്തെ സർക്കാർ ഭൂമിയിൽ വിപുലമായ സൗകര്യത്തോടെ ക്യാമ്പസ് പണിയും. ഇതിനുള്ള പ്രവൃത്തി പുരോഗമിക്കുന്നതായും മന്ത്രി പറഞ്ഞു. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ 110 വിദ്യാർത്ഥികൾക്കാണ് ഉപകേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നത്. +1, +2 വിദ്യാർത്ഥികൾക്കും ബിരുദ വിദ്യാർത്ഥികൾക്കുമായി ജൂണിൽ ഫൗണ്ടേഷൻ കോഴ്സും ആരംഭിക്കും. ബേപ്പൂർ മേഖല മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം നടുവട്ടം അങ്ങാടിയിൽ നടന്നു. മതേതര ഇന്ത്യയ്ക്കായി ഫാസിസത്തോട് പൊരുതുക എന്ന സന്ദേശമുയർത്തി നടത്തിയ സമ്മേളനം MC മായിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മതേതര ഇന്ത്യയ്ക്കായി ഫാസിസത്തോട് പൊരുതുക എന്ന മുദ്രാവാക്യമുയർത്തി ബേപ്പൂർ മേഖല മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം നടന്നു. നടുവട്ടം അങ്ങാടിയിൽ നടന്ന സമ്മേളനം MC മായിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. അഭിമാനകരമായ അസ്തിത്വം എന്ന മുദ്രാവാക്യമാണ് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. മുസ്ലിമീങ്ങളാദി മത ന്യൂനപക്ഷങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും അഭിമാനകരമായ അസ്തിത്വമാണ് ഈ പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് വരുവീൻ, ചേരുവീൻ, ഇതിനെ ശക്തിപ്പെടുത്തുവീൻ എന്ന മഹാനായ കായികമിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 1948 മാർച്ച് മാസം 10-ാം തീയതി ഇതിന്റെ രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. MVA ജബ്ബാർ കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. P. ഷഫീഖ് അരക്കിണർ, റഷീദ്, ഉമ്മർ പാണ്ഡികശാല, NC അബൂബക്കർ, നജീബ് കാന്തപുരം, അഡ്വക്കേറ്റ് AB അൻവർ, അസ്കർ ഫറൂഖ്, MI മുഹമ്മദ്, സഹീർ നല്ലളം, P. ബഷീർ, ജബ്ബാർ മാസ്റ്റർ, അഹമ്മദ് കോയ, KK സൈഫുന്നീസ, മുഹമ്മദ് കോയ ബേപ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി ഉത്സവ വാർത്തകളിലേക്ക്. നടുവട്ടം പിണ്ണാണത്തുകാവ് ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഉച്ചയ്ക്ക് തറവാട്ടംഗങ്ങൾ പങ്കെടുത്ത കലശം വരവുമുണ്ടായിരുന്നു. പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഉത്സവത്തിന്റെ ഭാഗമായി
തിറ, താലപ്പൊലി, വെള്ളാട്ട്, അന്നദാനം, സന്ധ്യവേല, തിറയാട്ടം, ഭദ്രകാളി വെള്ളാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മലയോര ജനതയെ പ്രത്യക്ഷമായും കേരളത്തെ പരോക്ഷമായും ബാധിക്കുന്ന പശ്ചിമഘട്ട കരാറിൽ രാഷ്ട്രീയ പാർട്ടികൾ നിസ്സംഗത പുലർത്തുകയാണെന്ന് മലബാർ വികസന മുന്നണി. കരാർ റദ്ദാക്കാതെ ജനങ്ങൾ രക്ഷപ്പെടില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മലബാർ മേഖലയിലുള്ള പശ്ചിമഘട്ട ജനസമൂഹം ഫെബ്രുവരി 12 തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരപ്രഖ്യാപനം നടത്തുമെന്ന് മലബാർ വികസന മുന്നണി നേതാക്കൾ പറഞ്ഞു. കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി ഉസ്താദും ട്രഷറർ ജിഫ്രി മുത്തുക്കോയ തങ്ങളും തിങ്കളാഴ്ച പുതുപ്പാടിയിലെത്തുന്നു. പുതുപ്പാടിയിലെ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും കേന്ദ്രമായ ഈങ്ങാപ്പുഴ ദർവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി കോംപ്ലക്സിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 നൽകുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് സമസ്തയുടെ നേതാക്കൾ എത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങ് സമസ്ത ജില്ലാ സെക്രട്ടറി അബ്ദുൽ ബാരി ബാഗഫി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഫെബ്രുവരി 17 തീയതി CPIML റെഡ് ഫ്ലാഗിന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 144 രാജ്യങ്ങളിൽ 111 സ്ഥാനമാണ് ഇന്ത്യക്ക്. അഴിമതിയിൽ 1ാം സ്ഥാനവും. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അസ്ഥിവാരം ഇളക്കുന്ന ഈ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളെയും രാജ്യസ്നേഹികളെയും അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഫെബ്രുവരി 17 തീയതി പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFന്റെ ഭരണത്തിലിരിക്കുന്ന KDC ബാങ്കിനെതിരെ യൂത്ത് കോൺഗ്രസ്. ഭരണത്തിൽ ആരായിരുന്നാലും അഴിമതിക്കെതിരെ പോരാടുക എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് DCC പ്രസിഡന്റ് KC അബു. MK രാഘവൻ MPയുടെ വികസന സന്ദേശയാത്ര പരിഹാസ്യമാണെന്ന് LDF ജില്ലാ കമ്മിറ്റി. MPയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നും ജില്ലാ കമ്മിറ്റി. KSEB സംസ്ഥാനതല കലാ കായിക മേളയ്ക്ക് തുടക്കമായി. വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് മേള ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.